നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. प्रार्थना जो है हमारे जीवन को विजय की ओर ले चलता है. Prayer brings victory. प्रार्थना हमेशा विजय दिलाने वाला अनुभव ഒരു देता है. 90-ല് ഞാനൊരു സ്റ്റിക്കർ ഉണ്ടാക്കി, പ്രയർ ബ്രിങ്സ് വിക്ടറി. 1993 में इस प्रकार का एक स्टिकर का मैंने प्रकाशन किया था. ഒരു उसमें इस 35 प्रकार വർഷം लिखा है, ഒരു 35 വർഷം കഴിഞ്ഞപ്പോ एक 35 वर्ष बीतने के बाद അത് എവിടെ മിക്കവാറും എന്റെ ഫ്രണ്ട് സർക്കിളില് എവിടെ ചെന്നാലും അവരുടെ വീട്ടിൽ ആ സ്റ്റിക്കർ കാണാൻ സാധിക്കും. और जहाँ जितना भी मेरे दोस्तों का समूह है, वहां पर मैं जाने के समय में उस प्रकार का स्टिकर चिपकाया हुआ मैंने ഈ देखा. അടുത്ത സമയത്ത് ഒരു TV ഓപ്പറേറ്റ് ചെയ്യുന്ന, TV നടത്തുന്ന ഒരു ദൈവദാസനെ ഞാൻ ഫോൺ ചെയ്തു. और हाल ही में एक टीवी जो है ठीक करने वाला एक प्रभु के दास से मैंने संपर्क किया. ഒരു സാക്ഷ്യം കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തതാ. और एक गवाही सुनने से मुझे बहुत अच्छा लगा और मैं उनको बुलाकर सराहने के लिए मैंने उनसे बात किया था. അദ്ദേഹം ഇന്ന് ബോംബെയിലില്ല, ബോംബെക്ക് പുറത്ത് വേറൊരു സ്ഥലത്താ. वो व्यक्ति इस वक्त में मुंबई में नहीं है, मुंबई से दूर कहीं और चले गए हैं. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ബോംബെയിൽ നിന്നാണ്, പാസ്റ്റർ തോമസൺ ആണ് എന്നൊക്കെ പരിചയപ്പെടുത്തി. പാസ്റ്റർ പറയാണ്, പാസ്റ്ററിനെനിക്ക് 35 വർഷം മുമ്പ് എനിക്കറിയാമെന്ന്. और मैंने उनसे संपर्क किया और मैंने अपना परिचय दिया कि मैं प्रभु के दास पास्टर थॉमसन हूँ, मैं मुंबई से हूँ. तो वो व्यक्ति इस प्रकार कहने लगा, प्रभु के दास मैं आपको 35 साल पहले से मैं आपको जानता हूँ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, വേണ്ട എല്ലാ ദിവസവും ഞാൻ പാസ്റ്ററിനെ ഓർക്കുമെന്ന്. और उन्होंने इतना ही नहीं, उन्होंने एक बार ऐसे भी कहा कि मैं हर दिन आपको याद करता हूँ. കാരണം ഞാൻ കൊടുത്ത ഈ പ്രയർ ബ്രിങ്സ് വിക്ടറി എന്നുള്ള ആ സ്റ്റിക്കർ പുള്ളി മുഖം നോക്കുന്ന അലമാരയുടെ കണ്ണാടിയുടെ മേൽ ഒട്ടിച്ചിരിക്കുക. और कारण इसलिए था कि मुझे याद करने का कारण ये था कि मैंने जो प्रेयर ब्रिंग्स विक्ट्री या प्रार्थना विजय को लाता है, ये जो स्टिकर मैंने दिया था, उन्होंने अपने आईने के सामने उसको रखे हैं और हमेशा उसकी ओर वो देखते रहते हैं. അപ്പൊ എപ്പോഴൊക്കെ അദ്ദേഹം കണ്ണാടി നോക്കുന്നു അപ്പോഴൊക്കെ അദ്ദേഹം എന്നെ ഓർക്കും. और जब जब वो उस आईने को देखता था, तब तक वो मुझको याद करता था. എനിക്ക് വളരെ അതിശയം തോന്നി, ഇത്രയും വർഷമായിട്ട് ആ സ്റ്റിക്കർ അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം എന്നെ ഓർക്കുന്നുണ്ടെന്നുള്ളത്. और ये बात सुनकर मैं बहुत आश्चर्यचकित हुआ कि इतने साल बीतने के बावजूद वो स्टिकर आज भी उसकी उन आईने में रखे हुए हैं और आज भी वो मुझे याद कर रहा है. പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. प्रार्थना जो है हमें विजय की ओर ले चलता है. ഞാൻ ഈ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബൈബിൾ പഠനം യേശുവിന്റെ ഗിരിപ്രഭാഷണമാണ്. और मैं पिछले दिनों से जो बाइबल की अध्ययन है वो यीशु मसीह की पहाड़ी उपदेश से संबंधित बातें हैं. എന്നാൽ പെട്ടെന്നുണ്ടായ ഇന്ത്യയിലെ പെർസിക്യൂഷനെ കുറിച്ചുള്ള ആ ഭീകരമായ ഭയപ്പെടുത്തല് അല്ലെങ്കിൽ ചലഞ്ച് എന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ച് വേറെ ചില വിഷയങ്ങൾ എടുക്കാനിടയായി. और हाल ही में जो भारत में होने वाले मसीहों के विरोध में जो पीड़ा था, जो ऐसे धमकियां थी, उन बातों को सुनकर मैं अपने उन अध्ययन से थोड़ा अलग होकर कई और बातों को मैंने वचन प्रचार करने लगा. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, ഇന്ന് ഛത്തീസ്ഗഡിലെ 3 വില്ലേജുകളില് ഭയാനകമായ നിലയിൽ മണിപ്പൂർ മോഡലിൽ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് നമ്മൾ കേട്ടു. നമ്മളെല്ലാം തുടർമാനമായി പ്രാർത്ഥിച്ചു. ഇന്നും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. और हमने सुना हुआ बात था कि छत्तीसगढ़ के 3 गांव में क्या कुछ वो लोग करने की धमकियां वो दी थी. और मणिपुर के बॉर्डर के इलाकों में क्या कुछ घटनाएं हो रहा है. हम लगातार प्रार्थना करते आते हैं, आगे भी प्रार्थना करना है. ഛത്തീസ്ഗഡ് മാത്രമല്ല, ഇന്ത്യയിലാകമാനം ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ദൈവജനം നിരന്തരമായി പ്രാർത്ഥിപ്പാനിടയായി, ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിക്കാനിടയായി.
और केवल छत्तीसगढ़ में ही नहीं, पूरे भारतवर्ष के लोग उस चुनौती को स्वीकार करते हुए पूरे भारत में उपवास और प्रार्थना का दिन पिछले दिनों में घोषित किया गया था। ഇത് അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ഈ മോർണിംഗ് പ്രയറിലെ നമ്മുടെ ഗ്രൂപ്പ് അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നു. जिस दिन से हम भी ये बात को जाने थे, उस दिन से अब तक इस मॉर्निंग प्रेयर में सुबह के समय में उन विषयों के लिए हम भी प्रार्थना करते आया है। അതിലൂടെ അതിശയകരമായിട്ടുള്ള ചേഞ്ചസ് ആണ് അതിന്റെ മേലുണ്ടായിരിക്കുന്നത്. और उसके पश्चात उसके द्वारा, प्रार्थना के द्वारा अतिशय अद्भुत बातों को प्रभु ने, या एक बदलावट को उस विषय में प्रभु ने ले आया है। യൂട്യൂബ് ബ്ലോഗേഴ്സ്, ജേർണലിസ്റ്റ്, മത നേതാക്കന്മാര്, പ്രൈസ് ലോർഡ്, ക്രിസ്ത്യൻസ് മാത്രമല്ല മറ്റുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇത് മുഴുവൻ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനിടയായി. और ये केवल मसीह लोग नहीं, परंतु यूट्यूब में कार्य करने वाले, कई चैनल चलाने वाले लोग, राजनीतिक दल के लोग, सारे हिस्से से लोग इस विषय के बारे में गंभीर चर्चाओं को करने लगा। ഞാൻ പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിരുന്നു. മാത്യു സാമുവേൽ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യം. और मैंने कई मंच में या कई ग्रुप में इस विषय के बारे में कईयों को मैंने शेयर किया था कि मैथ्यूस नाम का एक पत्रकार इस विषय के बारे में क्या कुछ कह रहा था। അതുമൂലം ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുവാനിടയായി. 700ഓളം പേരെ രഹസ്യമായി അവരുടെ കേസുകൾ ക്യാൻസൽ ചെയ്ത് ജയിലിൽ ഇറക്കി വിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. और उसके द्वारा बहुत एक बड़ा प्रभाव इस विषयों में पड़ा है। 700 से भी अधिक लोग जिनके ऊपर कई मुकदमों को रखे डाले गए थे, उनको बड़े गुप्त रीति से उस मुकदमों से रिहा करते हुए उनको जेलों में से छोड़ दिए गए हैं। സുവിശേഷ വിരോധികളായ സംഘടനകൾക്ക് മുഴുവൻ കൽപ്പന ഓർഡർ കിട്ടിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഇനിയും ക്രിസ്ത്യൻസിനെതിരെ അറ്റാക്ക് ചെയ്യരുത്, അവരുടെ പ്രാർത്ഥനാലയങ്ങൾ നശിപ്പിക്കരുത്. और ऐसे मसीह विरोधी संगठनों को पहले से ही एक आज्ञा जारी किया गया है कि किसी भी कारण से मसीह समूहों को या कलीसियाओं पर हमला ना करे या उनकी प्रार्थना सभाओं को बंद ना करे। സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിലാണ് പ്രവർത്തിക്കുന്നത്. और सेना से या हमारे बल से नहीं, परंतु परमेश्वर की आत्मा के द्वारा प्रभु हमारे लिए कार्य करता है। നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആരിലൂടെയൊക്കെ പ്രവർത്തിക്കണമോ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. और हम जब बैठकर प्रार्थना करते हैं तो परमेश्वर कहाँ से, किसके द्वारा और कहाँ पर काम करना है वो प्रभु करता रहेगा। ദൈവത്തിന്റെ ആലോചനയാൽ അല്ലാതെ നാം സ്വയം ആക്ഷൻ എടുക്കുമ്പോൾ ദൈവം മൗനമായിരിക്കും. എന്നാൽ ദൈവം ആക്ഷൻ എടുക്കും, നാം മൗനമായിരിക്കുമ്പോൾ ദൈവം ആക്ഷൻ എടുക്കും. और प्रभु का इच्छा के विरोध में जब हम अपने रीति से कार्य करने लगेंगे तो प्रभु शांत रहता है, परंतु जब हम शांत रहते हैं तो प्रभु हमारे लिए काम करने लगता है। നാം മൗനമായിരിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദാസീനമായി ലേസി ആയിരിക്കുന്നല്ല, നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആക്ഷൻ എടുക്കും. और हम शांत रहने का अर्थ यह नहीं कि हम कुछ ना करते हुए आलस के अनुभव में बना रहे, परंतु हम शांत रहते हुए प्रार्थना में बने रहना जरूरी है। ഏതൊരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നുവോ, എല്ലാ സ്ട്രാറ്റജിയെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി പ്രാർത്ഥനയാണ്. और किसी भी प्रकार की योजना को हम बनाए या तरीके को हम ढूंढ निकाले, उन सब में सबसे बढ़िया और सबसे अच्छा रीति या अनुभव यह है कि हम प्रार्थना को हमारे इन विषयों के लिए कार्य करने में उपयोग करें। നമ്മളുടെ ബുദ്ധികൂർമ്മത കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ സാമ്പത്തികത കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നേടുവാൻ സാധിക്കാത്തത് നാം മുട്ടുമേൽന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. हमारे बुद्धि के द्वारा, हमारे पढ़ाई लिखाई की अनुभवों से या हमारे ताकत से हम जो बातों को हासिल नहीं कर पाते हैं, जीत नहीं पाते हैं, वो हम प्रार्थना के द्वारा प्रभु के सामर्थ्य से हम वो प्राप्त करेंगे। നമുക്കറിയാം, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി
ഒരുപാട് പൊളിറ്റിക്കൽ ഗെയിം കളിക്കുന്ന ഒരു മണ്ഡലമാണ് ആത്മീയ മണ്ഡലം. और हम जानते हैं कि अपने काम को पूरा करने के लिए या अपने काम को सफलता में लाने के लिए बहुत प्रकार की राजनीतिक खेल खेलने वाला एक क्षेत्र है आत्मिक दुनिया। എന്നാൽ സാധ്യതകൾ ഉണ്ടെങ്കിലും നാം മൗനമായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാണുവാനായിട്ട് സാധിക്കും. लेकिन यदि हमारे पास मौका है फिर भी हम शांत प्रभु की उपस्थिति में प्रार्थना में रहेंगे तो प्रभु हमारे लिए कार्य करता हुआ हमें दिखाई देगा। ശൗൽ രാജാവിനെ കൊല്ലുവാൻ ദാവീദിന് അവസരങ്ങൾ ലഭിക്കാഞ്ഞത് കൊണ്ടല്ല, എന്നാൽ ദാവീദിന്റെ പ്രിൻസിപ്പിൾ ആയിരുന്നു. അതുകൊണ്ട് ദാവീദിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. और शाऊल राजा को मारने के लिए दाऊद को अवसर नहीं मिला इसलिए नहीं, परंतु दाऊद ने अपने जीवन में ये बात को ठान रखा था कि वो अपने अभिषिक्त के ऊपर हाथ ना उठाएंगे, इसलिए परमेश्वर ने दाऊद के लिए अपना कार्य को प्रकट किया। ആവർത്തന പുസ്തകവും യോശുവയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, യഹോവ തന്നെയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. और आमीन जो है इतिहास का पुस्तक और आमीन यहोशू का पुस्तक, इन सारे पुस्तकों में जब हम पढ़ते हैं ये बात को हम देखते हैं कि वहां पर बार बार ये बात लिखा गया है कि यहोवा ही उनका परमेश्वर था और उन्होंने उनको विजय दिलाया। ശിമെയി എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ ശക്തനായ ദാവീദ് രാജാവിനെതിരായി ശപിക്കുമ്പോൾ കൂടെ നിന്ന പട്ടാളക്കാർ പറഞ്ഞത് വാളൊന്ന് വീശിയ മതി, അവന്റെ തല പോകും. പക്ഷേ ദാവീദ് അത് അനുവദിച്ചില്ല. और शिमेई नाम का एक साधारण मनुष्य जब दाऊद के विरोध में खड़ा हुआ तो दाऊद के सैनिकों ने कहा कि तू हमें आज्ञा दे दे तो हम उसको मार गिराएंगे, परंतु दाऊद ने उसे मारने की अनुमति नहीं दी। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ആഗോള വ്യാപകമായി ദൈവത്തിന്റെ ജനത്തിനെതിരായി നടക്കുന്ന പ്രതികൂല സാഹചര്യങ്ങള് ദൈവകരങ്ങൾ ലഭിക്കുമ്പോൾ ദൈവം അതിനെ അനുകൂലമാക്കി തീർത്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള സംശയമില്ല. സന്തോഷമുള്ള ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. और मेरे सुनने वाले प्रिय लोगों, परमेश्वर के लोगों के विरोध में काम करने वाले लोगों को प्रभु ऐसे ही कार्य करने के लिए अनुमति देता नहीं रहता है। प्रभु अपना समय पर उतर कर कार्य करने वाला प्रभु है। ये विश्वास करने वाले लोग अपने हाथों को उठाकर प्रभु को धन्यवाद स्तुति करेंगे। 1-ാം നൂറ്റാണ്ട് മുതൽ പൗലോസിന്റെ മിഷണറി യാത്ര മുതൽ എവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചു അത് മുഴുവൻ പ്രൈസ് ദി ലോർഡ് സുവിശേഷ വിരോധികൾ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ, കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ തലമുറയിൽ അവിടെ മുഴുവൻ ദൈവം പ്രൈസ് ദി ലോർഡ് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്, തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. और पहले शताब्दी से पौलुस की सेवकाई के दौरान जहां जहां प्रभु की कलीसियाएं स्थापित की गई थी वहां पर जब सुसमाचार के विरोधियों ने उन सभाओं को आमीन गिरा दिया, बंद करा दिया, तो प्रभु ने हमें इस वक्त में इस युग में हम जैसे लोगों को प्रभु ने खड़ा किया है ताकि प्रभु के कलीसियाएं, प्रभु की आराधनाएं, जहां जहां सेवकाइयां बंद हुई है वहां पर हमारे द्वारा प्रभु उनको पुनर्शुरुआत करे। നമ്മുടെ ഭാരത മണ്ണിൽ പ്രൈസ് ദി ലോർഡ് ഒരു ഉണർവ് പ്രൈസ് ദി ലോർഡ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ലക്ഷ്യം ഒന്നായിരിക്കട്ടെ, പ്രാർത്ഥനയാൽ അതിനെ വിജയം കാണുക. और हमारी भारतवर्ष में हमारे आमीन विरोध में जब आमीन सुसमाचार के विरोध में जब कार्य बढ़ते जाता है, हमारा नारा, हमारा लक्ष्य यही रहे कि हम एक साथ जागृत होकर इस विषय के लिए प्रार्थना और लड़ेंगे। കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു. ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? और पिछले दिनों में हम एस्तर की पुस्तक में से ये बात को हमने मनन किया था कि ऐसा ही एक समय के लिए प्रभु ने तुझे नियुक्त किया गया है। क्या जाने प्रभु ऐसे कार्यों को हमारे जीवन से करे। മൊർദെഖായി രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ച രാത്രി, എസ്തേർ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഉപവസിച്ച രാത്രി, യഹൂദജാതി മുഴുവൻ മരണഭയത്താൽ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരുന്ന ഉപവസിച്ചുകൊണ്ടിരുന്ന രാത്രി, പ്രൈസ് ദി ലോർഡ്, ഹാമാൻ മൊർദെഖായിക്കെതിരായി 50 മുഴം ഉയരമുള്ള കഴുകുമരം ഉണ്ടായിരുന്ന രാത്രി,
പ്രാർത്ഥന നിമിത്തം, ഉപവാസ നിമിത്തം ആ രാത്രി രാജാവിന് ദൈവം ഉറക്കം കൊടുത്തില്ല. मोर्दकाई के जीवन में हम देखते हैं कि ये बात को सुनते ही वे पूरी रात आमीन अपने ऊपर राख और टाट ओढ़कर प्रार्थना करने वाला रात, एस्तेर अपने सहेलियों के साथ राजमहल में 3 दिन की उपवास लेने वाला वो रात। और हम जानते हैं पूरी रात भर यहूदी अपने प्राण को जाने की भय के विषय में आमीन प्रेज द लॉर्ड भयभीत रहने वाले उस रात के समय, या उस रात जिस दिन हामान मुर्दकाई को मारने के लिए 50 फुट ऊंचा आमीन फांसी के फंदों को बनाए रखा हुआ रात में जब लोगों ने प्रार्थना किया तो सब कुछ आमीन जो उनके विरोध में थे उनके अनुकूल बदल गया। എന്നെ കേൾക്കുന്ന ദൈവവേദലെ, എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ വിഷയം എത്രമാത്രം കഠിനകരമായി കൊള്ളട്ടെ, നിങ്ങൾ ദൈവസന്നിധി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്താലുള്ള വിടുതല് അത് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതെത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും, മനുഷ്യരാൽ അസാധ്യമാണെങ്കിലും ദൈവത്തിന് അതിന്റെ മേൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കും. और मेरे सुनने वाले प्रिय लोगों, मेरे सुनने वाले विश्वासी प्रभु के दासों, आपका विषय कितना भी पुराना क्यों ना हो, आपका विषय कितना भी गंभीर क्यों ना हो, आप प्रभु में अपने जीवन को प्रार्थना में उन विषयों को लेकर जाएंगे तो जितना भी पुराना हो, गंभीर हो, परमेश्वर उस विषय के लिए कार्य करेगा और उसमें से एक छुटकारा आपको प्रभु देगा। ഇനിയും കാലതാമസം എടുക്കാതെ വണ്ണം നിങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കരം കോർത്ത് പിടിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ, കുഞ്ഞുങ്ങളുമായി വട്ടമിരുന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ ദുർഗണമെന്ന് ചിന്തിക്കുന്ന, അസാധ്യമെന്ന് ചിന്തിക്കുന്ന, ഇനി സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളുടെ മേല് ദൈവം ഒരു പുതിയ വഴി ഒരുക്കി നിങ്ങൾക്ക് അതിന് മേൽ വിടുതൽ വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. और अब भी हम समय ना गवाते हुए आप जो विषयों को आपके लिए कठिन है, आपके लिए असंभव है, आपके लिए आमीन नामुमकिन है, ऐसे जो बातों को आप सोचकर आप कार्य करने के लिए विचलित रहने वाले अनुभवों में यदि आप अपने परिवार, अपने बच्चों को साथ लेकर उस विषय के लिए प्रार्थना करने के लिए तैयार होते हैं तो परमेश्वर आपके लिए, आप उन विषयों के लिए आपके लिए कार्य करेगा। ദൈവത്തിന്റെ മാർഗങ്ങൾ ഈ വായു തരംഗങ്ങളിലുണ്ട്. ദൈവത്തിന്റെ മാർഗങ്ങൾ ഈ വെളിച്ചത്തിന്റെ റിഫ്ലക്ഷനിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ മാർഗങ്ങൾ, ദൈവത്തിന്റെ വഴികൾ വെള്ളത്തിലും കാറ്റിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അസാധ്യമായ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴിയ ദൈവത്തിന് തുറക്കുവാൻ സാധിക്കും. और परमेश्वर अपने कार्य इस वायु के तरंगों से या आमीन आमीन इत्यादि विषयों में परमेश्वर का कार्य यदि प्रभु संभव करा सकता है तो प्रभु को आपके विषयों में भी कार्य करने के लिए कोई भी प्रकार की रुकावट नहीं है। वो आपके लिए जिस भी रीति से आमीन संभव हो, जैसे आसान हो, वैसे आपके लिए आमीन प्रार्थना के द्वारा आपके लिए कार्य करेगा। അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബിനെയും പത്രോസിനെയും ജയിലിൽ അടച്ചു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. എന്നാൽ പത്രോസിനെ അടുത്ത ദിവസം കൊല്ലാം എന്ന ചിന്തയിൽ അവനെ തടവിലാക്കി. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. और प्रेरितों के काम 12 अध्याय की ओर जब हम आते हैं तो ये बात को हम इतिहास में देखते हैं कि पतरस और याकूब को दोनों को कारागृह में बंद कर दिया गया था, परंतु याकूब को आमीन राजा के कहने से उसका आमीन सिर काटा गया, परंतु अगले दिन के लिए पतरस को जब आमीन उसकी मृत्यु की तारीख तय कर दी गई थी, कलीसिया लो लगाकर प्रार्थना करने लगा और परमेश्वर ने अद्भुत रीति से पतरस को उस कारागृह में से बाहर निकाला। പത്രോസ് ഭയപ്പെട്ട് നിലവിളിച്ച് അവിടെ യാതൊരു സീനും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവൻ ശാന്തമായി ദൈവത്തിന്റെ പ്രസൻസിൽ ഉറങ്ങി. और पतरस जो है वहां पर भयभीत होकर डर कर वहां पर एक तमाशा खड़ा नहीं किया, परंतु बड़े आराम से वचन कहता है कि वो रात को अच्छे से उस परिस्थिति में भी सो गया।
ഇതാ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഫിസിക്കലി അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. और यहाँ पर हम देखते हैं कि रात को परमेश्वर का स्वर्गदूत है, वो व्यक्तिगत रीति से उसके पास उतर आता है। ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തിന്റെ ദൂതൻ പത്രോസിനോട് സംസാരിക്കുന്നു. അവന്റെ തോളിൽ തട്ടുന്നു, അവനെ വിളിച്ചുണർത്തുന്നു, അവനെ എഴുന്നേൽപ്പിക്കുന്നു, അവന്റെ വസ്ത്രം ധരിപ്പിക്കുന്നു, ചെരുപ്പിടിപ്പിക്കുന്നു, അവനെ പുറത്തു കൊണ്ടുവരുന്നു. और यहाँ पर जैसा एक आदमी से बात करता है, वैसे परमेश्वर का स्वर्गदूत उस कारागृह में उतरकर पतरस को जगाता है, उससे व्यक्तिगत रूप से बात करता है, उसको तैयार करता है और उसे उस बंदी गृह से बाहर ले जाता है। പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്നത് കാണുന്നെങ്കിൽ കേവലം പത്രോസിന് വേണ്ടി മാത്രമല്ല ദൈവത്തിലെ തോമസിന് വേണ്ടിയും സാജിന് വേണ്ടിയും എക്സർവായി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതനെ ഈ നാളുകളിൽ നാം അനുഭവിച്ചറിയണം. और प्रार्थना करने वाले केवल पतरस के लिए ही प्रभु काम नहीं करता, प्रार्थना करने वाले हम और आप के लिए भी, आप में से जितने भी व्यक्ति प्रार्थना करेंगे, प्रभु के अद्भुत कार्य के लिए इंतजार करेंगे, उन सब के लिए परमेश्वर कार्य करने वाला प्रभु है। आपके लिए उतर आकर आपको उस परिस्थिति में से हाथ पकड़कर बाहर निकालने वाला परमेश्वर भी है। എന്തുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ താഴെ വീണ് നമസ്കരിക്കുവാനിടയായി? और क्यों हम देखते हैं कि नबूकदनेस्सर राजा जो था, वो डैनियल का परमेश्वर के सामने घुटने टेक कर दंडवत करने वाली अवस्था में पहुंच गया? അവന്റെ ദാനിയേലിന്റെ യോഗ്യത എന്തായിരുന്നു? और डैनियल का उस बात के लिए डैनियल के जीवन में क्या योग्यता थी? ശക്തനായ ഒരു രാജാവ് ഒരു ദൈവദാസനായ ദാനിയേലിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണമെങ്കിൽ ആ ദാനിയേലിന്റെ മെറിറ്റ്, അവന്റെ യോഗ്യത എന്താണ്? और एक सर्वशक्तिमान राजा जो था उस समय में, एक अच्छे जाने माना एक राजा जो है, ऐसे डैनियल जैसे व्यक्ति के सामने पूर्ण रीति से दंडवत करते हुए उसको नमस्कार करने वाली अवस्था में पहुंचने का पीछे का कारण क्या था? പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പറയാ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. और डैनियल इस प्रकार राजा से उत्तर देता है कि हर एक प्रकार के भेदों को खुला करने वाला परमेश्वर स्वर्ग में है। അവിടെ കൊണ്ടൊന്നും ദാനിയേലിന്റെ മുൻപിലുള്ള സ്പിരിച്വൽ വാർഫെയർ നിന്നില്ല, ഓരോ ദിവസവും കൂടി വന്നതേ ഉള്ളൂ. और वहां कोई भी डैनियल के प्रति जो आत्मिक युद्ध था वो समाप्त नहीं हुआ, परंतु दिन प्रतिदिन वो बढ़ता गया। ചതിവിലൂടെ ദാനിയേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് മനസ്സിലാക്കിയ ദാവീദ് എന്താണ് വീണ്ടും ചെയ്തത്? और शत्रु के द्वारा डैनियल को जब खत्म करने के लिए वे लोग तैयार कर रहे थे, तो डैनियल के साथ क्या कुछ हुआ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിലെ നിന്നെ ആരെങ്കിലും ചതിക്കുവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ചതി വന്നെന്നിരിക്കും, പക്ഷെ അതിൽ നശിച്ചു പോകാതെ വണ്ണം ദൈവം നിന്നെ സൂക്ഷിക്കും. प्रार्थना करने वाले प्रिय लोगों, आपको हो सकता है कि किसी ने आपको धोखा देने की कोशिश करे, परंतु हो सकता है कि आप धोखा भी खा जाए, परंतु उसके द्वारा आपको नष्ट होने की अनुमति प्रभु नहीं देता है, उसमें से प्रभु आपको बाहर निकालता है। ചതിവിലൂടെ പ്രൈസ് ദി ലോർഡ് സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേലിനോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. डैनियल को धोखा देकर सिंहों के मांद में डाला गया अनुभव में, जब सिंहों के मांद में जब डैनियल को डाला गया था, तो राजा डैनियल से इस प्रकार का सवाल पूछता है, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇവിടെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ? और डैनियल से राजा इस प्रकार पूछता है कि सिंहों को बनाया हुआ हे परमेश्वर, डैनियल का परमेश्वर ने क्या डैनियल को सिंहों के मांद में से बचा सका है क्या?
സിംഹത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ കൊണ്ടുവന്നത്. और ऐसे वो पूछ रहा है कि सिंहों के मुंह से बचाने वाला ये परमेश्वर यहाँ पर जीवित है क्या? അങ്ങേര് പ്രോസസ്സിലൂടെ കടന്നു പോകുവാൻ സാഹചര്യമുണ്ടായാൽ പോലും ദൈവത്തിന് നീ ഭയപ്പെടരുത്. കാര്യം നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ നിന്റെ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വരും. और ऐसे एक प्रक्रिया में से यदि आपको होकर जाना पड़ा तो आप उस विषय में भयभीत ना हो जाए, क्योंकि वैसे अवस्थाओं में भी प्रभु आपको बचाने के लिए सामर्थी हैं। प्रभु आपको उसमें से बाहर निकालेगा। എന്തായിരുന്നു അതിന്റെ പരിണത ഫലം? എന്താണ് അതിന്റെ കോൺസിക്വൻസ്? और उसका जो जो परिणाम था या उसका परिणाम फल क्या था, हम उसको वचन में देखते हैं। രാജാവിന്റെ കൽപ്പനയാൽ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാർ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. और राजा की आज्ञा के द्वारा राजा के डैनियल को जिन लोगों ने सिंहों के मांद में डालने की योजनाएं बनाई थी, उनको, उनके परिवारों, उनके बच्चों को ले आकर सिंहों के मांद में डाल देने का आज्ञा राजा ने दे दिया। അവർ ഗുഹയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികൾ തകർക്കുന്ന ശബ്ദം പുറത്തേക്കാമായിരുന്നു. और वचन ऐसा कहता है कि जब ऐसे लोगों को डाल दिया गया तो वे उस मांद में गिरने से पहले सिंहों ने उनकी हड्डियों को तोड़ने वाली आवाज बाहर सुनाई देने लगा। വെറുതെയല്ല പൗലോസിനോട് കർത്താവ് പറഞ്ഞിട മുള്ളിനെ എതിരെ ഉദിക്കുന്നത് ഉചിതമല്ല എന്ന്. और ऐसा ही नहीं है कि परमेश्वर का वचन हमें कहता है कि कांटों से टकराना तुम्हारे लिए सही नहीं है। ഇന്നത്തെ സുവിശേഷ വിരോധികളും ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ അവരുടെ ഭാര്യയും അവരുടെ മക്കളും അവരുടെ സമ്പത്തും സുരക്ഷിതമായിരുന്നേനെ. അല്ലെങ്കിൽ സംഭവിക്കാൻ വരുന്ന നാളിൽ സംഭവിക്കാൻ പോകുന്നത് ദാനിയേലിനെ വിടുവിച്ച ദൈവം നിശ്ചയമായും പ്രതികാരത്തിന്റെ ദൈവമാണെന്നുള്ള കാര്യം മറന്നു കളയരുത്. लेकिन उनमें से भी आज के सुसमाचार के विरोधी लोग ये बात को समझ जाते तो कितना भला होता कि वे, उनके परिवार, उनकी पत्नी, उनके बच्चों को प्रभु कैसे सुरक्षित रखता या संभाल लेता। नहीं तो उनकी क्या परिस्थिति होती है, ये डैनियल की पुस्तक से हम पढ़ पाते हैं। അതുകൊണ്ടല്ലേ ഹാമാൻ മോർദെഖായിക്കെതിരായി ഉണ്ടാക്കിയ കഴിമരത്തിൽ ഹാമാൻ തന്നെ തൂങ്ങേണ്ടി വന്നത്. इसलिए तो हम देखते हैं कि हामान जो था मुर्दकाई के विरोध में जो फांसी के फंदों को बनाकर रखे थे, उनमें उसे ही स्वयं मरना पड़ा। അതുകൊണ്ടല്ലേ അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുമെന്ന് കർത്താവ് പറയുന്നത്. और इसलिए यीशु मसीह इस प्रकार कहता है कि जो खड्डा खोदता है उसी में वो गिर जाएगा। അതുകൊണ്ടല്ലേ പറഞ്ഞത് നീ എന്തു വിത്ത് വിതയ്ക്കുന്നു അതിന്റെ ഫലം വരുന്ന നാളിൽ നീ കൊയ്യും. और इसलिए यही वचन हमें कहता है कि हम जो बीज बोते हैं वही बीज को आने वाले समयों में हम काटने पाएंगे। ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ദാനിയേലിനെതിരെ ഉണ്ടാക്കിയപ്പോൾ അവൻ മറ്റൊന്നും ചെയ്തില്ല. താൻ മുൻപേ ചെയ്തതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. और ये सब इसके पीछे उन्होंने ज्यादा कुछ नहीं किया था। डैनियल नियमित रीति से जैसे वो करता आया है, दिन में 3 बार घुटने टेक कर यरूशलेम की ओर देखते हुए वे प्रार्थना करने लगा। നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ചർച്ചുകളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിരന്തരം മുട്ടുകുത്തുവാൻ ഒരു പ്രത്യേക സ്ഥലമുള്ളത് നല്ലതാണ്. आपका घर हो या आपका ऑफिस हो या आप जहां पर भी काम करता हो, निरंतर वहां पर घुटना टेकने के लिए एक स्थान चुनकर रखना बहुत जरूरी है। പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നിങ്ങൾ ബേജാറാകാതെ, നിങ്ങൾ ടെൻഷൻ എടുത്ത് ആകുല ചിന്തപ്പെടുത്ത് പരവേശം പിടിക്കാതെ ഉടനെ ചെന്ന് ആ പായിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ക്ഷണനേരം നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും.
तुरंत यदि आपको एक आवश्यकता हुई तो आप वहां पर कई स्थान ढूंढकर ना रहने पाए, परंतु आप यदि एक निश्चित स्थान को आप रखे हुए हैं तो तुरंत वहां जाकर प्रार्थना करने के लिए, घुटने टेक कर प्रभु से विनती करने के लिए एक अवसर प्रभु आपको दे और तुरंत वो प्रार्थना का उत्तर आप अपने जीवन में देख पाए, ऐसे एक अनुभव आप और हमारे जीवन में रहे। മടുത്തു പോകാതെ നിരന്തരമായ പ്രാർത്ഥന എന്നെയും നിങ്ങളെയും വിജയത്തിലേക്ക് നയിക്കുന്നു, നയിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും നയിക്കും. और बिना थके निरंतर जो प्रार्थना करते रहेंगे, वो प्रार्थना हम और आपको हमारे मसीह आत्मिक जीवन में आगे ले चलता रहेगा। प्रार्थना में हम बने रहना है। ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. एक और बार मैं दोहराना चाहता हूँ, प्रार्थना हमें विजय की ओर ले चलता है। അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ. इसलिए बिना थके हमें प्रार्थना करते रहना है। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. उन वचनों के द्वारा परमेश्वर हम सबको आशीषित करने पाए। Praise the Lord.